ഇവരിനി ഇതിന്റെ ഹെഡിങ് കൊടുക്കാൻ എനിക്കറിയാം. അല്ല ഇപ്പൊ ചിലപ്പോ പുള്ളി മാതൃഭൂമി ശ്രദ്ധിക്കത്തില്ലായിരിക്കും അല്ലേ? ചെയ്തത് എന്ത് ഇന്നലെ ബോംബെ നിന്ന് ആൾക്കും പുട്ടും കൊടുക്കും. ഇത് ഇവിടെ കഴിക്കാനുള്ള പുട്ട് കഴിക്കാനുള്ള ഗതികേടുണ്ടായിരുന്നു. Food is good, no? Yeah. How is പുട്ട്? It's very nice. അപൂർവ പുത്രന്മാർ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ടീം നമ്മോടൊപ്പമുണ്ട്. സ്വാഗതം ചെയ്യാം. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അശോകൻ ആൻഡ് അമീര. എന്താണ് അപൂർവ പുത്രന്മാർ, അല്ലെങ്കിൽ ആരാണ്, എന്താണ് ഇത് പ്രേക്ഷകർക്ക് നൽകുന്നത്? നല്ലൊരു ചിരി പടം, ഒരു നല്ല സിനിമാനുഭവം നൽകുന്നതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഒരു അപ്പന് വേണ്ടി ഒരു മക്കളും ചെയ്യാത്തൊരു കാര്യം ഈ മക്കൾ ചെയ്യുന്നുണ്ട്. അതാണ് അപൂർവ പുത്രന്മാർ. അതിന് കൂട്ടു നിൽക്കുന്ന അച്ഛനാണ് അശോകന്റെ ക്യാരക്ടർ, പള്ളിയിലച്ഛൻ. പള്ളിയിലച്ഛൻ. അപ്പോൾ പള്ളിയിലച്ഛനാണെന്ന് പറഞ്ഞല്ലോ. ഇത് വെറും പള്ളിയിലച്ഛനല്ല, ലോഹയ്ക്ക് മടക്കി കുത്തി എന്തിന് റെഡി ആയിട്ടുള്ള ഒരു പള്ളിയിലച്ഛനാണ്. ആ ക്യാരക്ടറിനെ കുറിച്ച് പറയാം. നമ്മൾ സാധാരണ പള്ളിയിലച്ഛൻ എന്ന് പറയുമ്പോൾ ഒരു സങ്കല്പം എല്ലാവർക്കും ഉണ്ട്. വളരെ ദിവ്യത്വമുള്ള, എല്ലാവരെയും നല്ല രീതിയിൽ ഉപദേശിക്കുന്ന, സൈലൻ്റായിട്ട് വളരെ സീരിയസ് ആയിട്ടൊരു അച്ഛന്മാരാണല്ലോ. എന്ന് വെച്ചാൽ അതിന് ഓപ്പോസിറ്റൊന്നുമല്ല, അങ്ങനത്തെ വിരുദ്ധമായിട്ടുള്ള ഒരു അച്ഛനോ ഒരു തല്ലിപ്പൊളി അച്ഛനോ അങ്ങനൊന്നും അല്ല. ഇത് വളരെ ഹ്യൂമറുണ്ട്. ഈ ഇവരുടെ വീട്ടുകാരുടെ വളരെ അടുത്ത് സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ പരസ്പരം വളരെ സ്വാതന്ത്ര്യമുള്ള, അവരുടെ കുടുംബകാര്യങ്ങളിലൊക്കെ പലരിൽ നിന്നും വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെടുന്ന, എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു അച്ഛനാണ് പേരട്ട്. അപ്പോൾ അതിനകത്ത് ഇവരെ ശാസിക്കാനും വഴക്ക് പറയാനും ഇവരെ രണ്ട് തല്ല് കൊടുക്കാനും ഒക്കെ ഒരു സ്വാതന്ത്ര്യവും അർഹതയൊക്കെയുള്ള ക്യാരക്ടറായി പള്ളിയിലച്ഛൻ്റെ. അച്ഛനാണ് ഇവരുടെ ഒരുപാട് കാര്യങ്ങൾക്കും നല്ലതിനും ചീത്തകൾക്കൊക്കെ അച്ഛൻ കൂടെ ഉണ്ടാകുമെങ്കിലും അച്ഛൻ അതിനൊക്കെ പല മോശക്കാര്യങ്ങളിലൊക്കെ അതിലുണ്ട്. അച്ഛൻ അത് വഴക്ക് പറയും, അവർ ശ്വാസിക്കുകയും ഗുണദോഷിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയുള്ള ഒരു അച്ഛനാണ് എൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഈ പടത്തിൽ ഇവർക്ക് വേണ്ട പറഞ്ഞോളൂ, ഏതാണ്ട് അവസാനം വരെ നിൽക്കുന്ന പല കാര്യങ്ങളിലും വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ ഗൗരവമേറിയ പല കാര്യങ്ങൾക്കും അവർ അച്ഛൻ കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനെ അവരെ സഹായിക്കുകയും നല്ല, ഞാൻ പറഞ്ഞ നേരത്തെ ഗുണദോഷിക്കുകയൊക്കെ ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. അതാണ് ഈ പള്ളിയിലച്ഛൻ. അപ്പോൾ അതിനകത്ത് കുറച്ച് ഹ്യൂമറുണ്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള രംഗങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു പോക്കാണ്, അതൊരു സസ്പെൻസാണ് സംഭവം പടത്തിൻ്റെ. അത് നമ്മൾ ഇപ്പോൾ പറയുന്നത് ശരിയാണ്. അശോകൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില മൊമെന്റുകളുണ്ട് ഈ പടത്തിൽ. അത് അച്ഛനൊരു കുഴപ്പമില്ലാത്തൊരു ഇത്തിരി തമാശയും മണ്ടത്തരങ്ങളും ഒക്കെ ഉള്ള ചില. Can you tell us your character? I can't reveal much about my character, but definitely about the story I would like to tell you. It's an out and out comedy. It's a family story where, you know, these guys have been doing some things, and I think people would much enjoy this movie because when it comes to the end, it gives a very special message, a very nice message that people would really love. My character, I feel like if I reveal something about my character, it would be revealed everything. But yeah, there are two sisters in the movie. There are two heroes in the movies. These heroes are behind us and we're just not giving them attention. So that's it. Yeah. അപൂർവ പുത്രന്മാരിലെ കുറിച്ച് കുറച്ച് കളർഫുൾ ബയോ പടമാണോ? എന്താണ് ക്രിഞ്ച് സോങ് ഒക്കെ ഞാൻ കേട്ടോ. അപ്പോൾ എന്താണ് ഇതിനകത്തെ ഒരു കളർഫുൾ പടമാണോ മൊത്തത്തിൽ? ഒരു കളർഫുൾ പരിപാടിയാണ് അത്. ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ ഉണ്ട് പടത്തിൽ. ഇവർ രണ്ടുകൂടെ ചെയ്യുന്ന കളികളാണ് മുഴുക്കിയ പടത്തിൽ. വിഷ്ണുവും വിപിനും കൂടെ ഇവരുണ്ടാക്കുന്ന ഭയങ്കര കുഴപ്പം ഗുരുമാരുകളാണ് അതിനകത്തുള്ളത്. നമുക്ക് അത് കണ്ടിട്ടേ അത് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. വളരെ ഡിഫറെൻ്റ്, നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു സസ്പെൻസും കാര്യങ്ങളും ട്വിസ്റ്റും ഒക്കെയാണ് ഇവിടെ അതുള്ളത്. തൂവാനത്തുമ്പിയുള്ള ചേട്ടൻ്റെ റിയാക്ഷനെ കുറിച്ച് നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ പിടിവിട്ട് ചിരിച്ച ഒരു റിയാക്ഷൻ ഈ പടത്തിലുണ്ട്. പടം വരുമ്പോൾ കാണാൻ പറ്റല്ലേ? അതെ, അല്ല എല്ലാവരും ഉണ്ടോ, ലാലിച്ചായനും അശോകേട്ടനും, പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ധർമ്മേട്ടനുണ്ട് ഇതിൽ, സജിൻ ചെറുകയിലുണ്ട്, നിശാന്ത് സാഗർ ഉണ്ട്. ലാലു അലക്സ് സാറിന്റെ ഒരു കുറച്ച് ബ്രേക്കിന് ശേഷം ഒരു മുഴുനീള കോമഡി സിനിമയാണെന്ന് തോന്നുന്നല്ലേ? ആയിരിക്കും. ഗോൾഡിലൊക്കെ ത്രൂ ഔട്ട് ഹ്യൂമർ വളരെ പ്രാധാന്യമുള്ള ക്യാരക്ടറാണ് ലാലു സാറിന്റെ. അച്ഛൻ്റെ ക്ഷമ നിങ്ങളുടെ. അതെ, അതാണ് അപ്പനും മക്കളും, പുള്ളിയുടെ മക്കളാണ്. പുള്ളിക്ക് വേണ്ടിയിട്ട് ഒരു പരിപാടി ചെയ്യണതാണ്. അതുകൊണ്ടാണ് ഇവർ അപൂർവ പുത്രന്മാർ ആവുന്നത്. എല്ലാ സിനിമയിലും പോലെ സപ്പോർട്ടീവ് ആയിട്ടുള്ള അച്ഛൻ തന്നെയാണ് ഇതിലും. ലാലു അലക്സ് സാറിന് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. ഞങ്ങള് ഭയങ്കര വൈബ് തന്തയും മക്കളും എന്ന് പറയാവുന്ന ഒരു ഇതാണ്. ഒരുമിച്ചിരുന്ന് സ്മോൾ അടിക്കുന്ന അപ്പനും മക്കളുമാണ്.
ഇവർക്ക് ഒരു രണ്ടുപേർക്ക് ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പുള്ളിയുടെ മക്കളായിട്ട് അഭിനയിച്ചവരുടെ വിഷമം മാത്രമേ ഉള്ളൂ. ഇവരങ്ങോട്ടും കൂടെ തങ്കാണ് എപ്പോഴും ലൊക്കേഷനിലാണെങ്കിലും. ലാലിച്ചായൻ എന്തെങ്കിലും പറയും, അശോകൻ ഇതേപോലെ എന്തെങ്കിലും തിരിച്ച് തങ്കടിക്കും. What attracted you to this project and what was your experience like working on your first Malayalam cinema? So since I'm from Pune, I've actually born and brought up in the Marathi culture, but so I'm a fan of Fahad Fasil. I've grown up watching his movies, so I always wanted. I had this little pinch of my emotions in Malayalam, so I always wanted to work in Malayalam. Though I did Kannada and Marathi movies, I always had my heart in Malayalam, and I got this very nice opportunity in Malayalam, and which I never wanted to, go to waste. So I just signed this movie, and then I started working. Since all these actors are renowned actors, they've worked before. I've watched his movie before, in which he was called Hrithik Roshan. Yeah. So I was very nervous at one point where I'm gonna act with such renowned actors and everything, but then the entire team was so nice. The producer is so nice, Aarti. The directors are very open to the takes. They are very actually accepting that, okay, you can do it with this way. Okay, you can, be yourself or whatever. Even the actors, they're like fabulous. They have made sure that me and Payal are comfortable. We are good friends, and the entire set is nice. Also the food. I love Kerala food. You like back. Kerala food, eh? I love Kerala food. I really like the pottu and the boiled Puttu, pottu, yes. boiled banana, the breakfast especially. So I keep craving for it. Once I go back to Maharashtra, I'm like, I want to come back to Kerala and have food here. സ്വീറ്റ് പൊറോട്ട, Yeah. അവിടെ നിന്ന് സ്വീറ്റ് പൊറോട്ട sweet പൊറോട്ട. ഒരു ദിവസം ആ. കിട്ടി കഴിഞ്ഞപ്പോ ഇത് എന്താ ഐറ്റം Yeah, actually we were shooting in some bungalow there, and somebody got sweet parota, and I was like, I love this. I'm gonna take this home. I'm gonna make sure that my family tastes it. ഫുഡ് ഈസ് ഗുഡ്, നോ? Yeah, How is Puttu? it's very nice. I like it. What is your plan after this film? Are you looking forward to explore more roles in Malayalam? That's a surprise for you. ഓക്കെ. പത്മരാജൻ സാറിന്റെ ഒരു ചിത്രത്തിലെ മിക്ക സിനിമകളിലെ ഒരു സ്ഥിര സാന്നിധ്യം എന്ന് പറയാം. അപ്പൊ എങ്ങനെയായിരുന്നു അന്നത്തെ എക്സ്പീരിയൻസ്? മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹത്തിനൊപ്പം? അന്ന് അവർക്കൊക്കെ ഉള്ളൊരു എന്താ പറയുന്നത്, അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ സിനിമയിൽ സ്വാഭാവികമായിട്ടൊരു സിനിമ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടൊരു കച്ചവടമാണ്, ബിസിനസ്സാണ് സിനിമ എന്ന് പറയുന്നത്. അത് അങ്ങനെ കൊണ്ടുപോകുമ്പോഴും അത് ആരുടെയും കുഴപ്പമില്ല, മനഃപൂർവ്വം ചെയ്താൽ അങ്ങനെ എല്ലാവരും ആയി പോകുന്നതാണ്. അല്ല, പിന്നെ അന്നത്തെ ഇപ്പോൾ രാജേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എവിടേക്കോ എനിക്ക് തോന്നിയ ചില മനുഷ്യത്വപരമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ചില സെൻറ്റിമെൻസും ഒക്കെ പറഞ്ഞാലും ഒക്കെ അങ്ങനെ മനസ്സിലാവുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരാൾ, ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പലർക്കും അങ്ങനെ ഉണ്ട്, അന്ന് പലർക്കും അങ്ങനെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അങ്ങനെ ചില കാര്യങ്ങളെ കുറിച്ചുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. എന്താണ് അത് പ്രത്യേകിച്ച് ഉദാഹരണം പറയാനായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഇതിന്റെ ഡയറക്ടേഴ്സ് വളരെ മനുഷ്യത്വരഹിതമായിട്ട് ചേട്ടനോട് എന്തെങ്കിലും പെരുമാറും? അങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങനെ ചോദ്യം ചോദിക്കാം. ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് അതില്ലേ, അല്ലെ പ്രൊഡ്യൂസർക്കില്ലേ? ഒരിക്കലുമില്ല, അങ്ങനൊന്നുമില്ല. ഞാൻ അന്നത്തെ കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അവരിലൊക്കെ എന്താണെന്ന് ചോദിച്ചാണ് പറഞ്ഞത്. അല്ല, മനുഷ്യത്വരഹിതമായിട്ടുള്ള ചില ആൾക്കാരുണ്ട്, ഒരിക്കലും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇവരങ്ങനെയാണോ? ഇവരല്ല അവളൊന്നല്ല. അയ്യോ, ഇവർ വളരെ വളരെ കോപ്പറേറ്റീവാണ്, വളരെ ഫ്രണ്ട്ലിയാണ്, നല്ല സഹകരണമാണ്, നല്ല ഇൻസ്പിറേഷൻ തരുന്നവരാണ്. അതല്ല, പക്ഷെ ചില ആൾക്കാരുണ്ട് കേട്ടോ, ഞാൻ പറയാം, നമുക്ക് ഇത്തിരി കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്ന ചുരുക്കം ചില ആൾക്കാരുണ്ട്. അത് സിനിമയിൽ ഡയറക്ടർമാരെന്നുള്ളതല്ല, പല രംഗത്തും സിനിമയിലെ പല സെക്ഷനിലും അങ്ങനെയുള്ളവരുണ്ട്. അത് നമുക്ക് അല്ലെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും എല്ലാം നല്ലവരാന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ചില ആൾക്കാരുണ്ട്, നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ തന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ എന്താണെന്നൊന്നും പറയുന്നില്ല, പറയേണ്ട ആവശ്യമില്ല. അതാ അന്നും ഇല്ലെന്ന് വെച്ചാൽ അന്നും ഉണ്ട്, അതും പറയാൻ പറ്റും. ഞാനിപ്പോൾ പത്മരാജൻ സാറിനെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. പക്ഷെ ഇന്നും ഉണ്ട് അങ്ങനെ, അന്നും ഇന്നും ചില കുഴപ്പക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്നാലും ശരി, അത് ലാലിച്ചാൻ ഉദ്ദേശിച്ചാൽ പറഞ്ഞല്ലോ. അല്ല പുള്ളി ഇന്നും ചില കുഴപ്പക്കാരെന്ന് അല്ല, ഞാനത് പേര് പറയണ്ടെന്ന് വെച്ചാൽ അത് ഞാനാണെങ്കിൽ പറഞ്ഞു പോയത്. അത് പുള്ളിയാണെങ്കിൽ വന്നുമില്ല, അറിയണ്ട, രഹസ്യമായിട്ടിരിക്കട്ടെ. അതിരിക്കട്ടെ. ഇവരിനി ഇതിന്റെ ഹെഡിങ് കൊടുക്കാൻ എനിക്കറിയാം. അല്ല, ഇപ്പൊ ചിലപ്പോൾ പുള്ളി മാതൃഭൂമി ശ്രദ്ധിക്കത്തില്ലായിരിക്കും, അല്ലേ?
ലാലിച്ചായനാശയോട് ചെയ്തത് എന്ത്? അതെ, ഇവർ ലാലിച്ചാനെ കൊണ്ട് എന്തിനിങ്ങനെ പറഞ്ഞു അല്ലേ? എന്തെങ്കിലും ഹുക്ക് കിട്ടാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇത് തന്നെ കൊടുക്കാൻ. അത് നല്ല സാധനമാണല്ലോ. അല്ല, കറക്റ്റായിട്ട് വിഷ്ണു ചോദിച്ചു, ലാലിച്ചാനെ കുറിച്ചല്ലേ പറഞ്ഞത്? സംവിധാനത്തിൽ ഇനി അടുത്ത പരിപാടികൾ എന്താണ്? എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഉടനെ പ്ലാൻ ഇല്ല. കുറച്ച് മനസ്സമാധാനമായിട്ട് ജീവിച്ചിട്ടെ. അല്ല, അങ്ങനെ പറയാൻ കാരണം മനസ്സമാധാനം ഇല്ലാത്ത ജോലിയാണ്. സംവിധാനത്തിലേക്ക് പോയ പിന്നെ ഒരു 1.5-2 വർഷം പിന്നെ പോക്കാണ്. അത് ശരി, അത് 1.5 പണിയാണ് സംവിധാനം. ടെൻഷന്റെ പണിയാണ് വാസ്തവത്തിൽ. അല്ല, മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും നമ്മൾ എടുക്കണ്ടേ. അപ്പോൾ പക്ഷെ ഒരു സംവിധാനം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ നിസ്സാര കാര്യമില്ല. ഇവര് അഭിനേതാക്കളാണ്, വളരെ ടാലന്റുള്ള രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ടാണ് അവർ സംവിധാനം ചെയ്യാൻ പറ്റിയതും. സ്ക്രിപ്റ്റും അല്ലേ, സ്ക്രിപ്റ്റ് അത് ചെറിയ കാര്യമല്ലോ വാസ്തവത്തിൽ, അത് വലിയ കാര്യമില്ലേ അത് ആ പടം സക്സസ് അല്ലായിരുന്നു, ഹിറ്റല്ലേ പടം? അല്ലേ, ഭയങ്കര തിയേറ്റർ ഹിറ്റല്ല, എന്നാൽ പോലും ഞങ്ങൾക്ക് ഒരുപാട് ക്രിട്ടിക്കലി അക്ലമേഷൻ കിട്ടിയ കാര്യമല്ലല്ലോ. വിഷ്ണു ചേട്ടൻ നടനാവണമെന്ന് തീരുമാനിച്ച ഒരാളാണ്. അപ്പൊ എങ്ങനെയാണ് സിനിമയാണ് എന്റെ വഴി എന്നൊരു തീരുമാനം ചെയ്തത്? അല്ല, അത് ചെറുപ്പം തുടങ്ങിയ നമുക്ക് ആഗ്രഹമാണ്, തീരുമാനിച്ചെന്ന് പറയാൻ പറ്റില്ല. വിഷ്ണുവിന്റെ ആദ്യത്തെ പടം കരയാസൻ ചേട്ട പടമല്ലേ? അതെ, എന്റെ വീടപ്പൂന്റെ. വിഷ്ണുവിന്റെ ഗോഡ് ഫാദറും എന്റെ ഗോഡ് ഫാദറും ഒരാളാണ്. അതിപ്പോഴല്ലേ ഓർത്തത്, പുതിയ അറിവാണത്. പ്രേംപ്രകാശ് കരയാസൻ ചേട്ടൻ ഡയറക്ടർ, പത്മരാജ് ചേട്ടൻ എന്റെ പടത്തിന്റെ. അത് വേറെ സിബി മലയിൽ. അങ്ങനെ രണ്ടുപേരും പ്രൊഡ്യൂസർ, രണ്ടുപേരും ഒരാളാണ്. അത് ബാലനടനാണ് അല്ലേ? അന്ന് ബാലനടൻ ആദ്യത്തെ ടേക്കിൽ തന്നെ സിബി മലയിൽ സാറിന്റെ ഷെയ്ക്കാൻഡ് ഒക്കെ വാങ്ങിയ ഒരാളാണ്. അപ്പൊ അത് എങ്ങനെയാണ് എന്റെ വീടപ്പൂയിലേക്ക് എത്തിയത്? അതിന്റെ സിബി സാറിന്റെ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു നിഷാദ് ഖാൻ. അപ്പൊ നിഷാദ് എൻ്റെ പെർഫോമൻസ് ഒക്കെ ഞങ്ങൾ സ്റ്റേജ് മിമിക്രി ചെയ്യുമ്പോൾ പുള്ളിക്ക് അറിയാം. കാരണം പുള്ളിയുടെ സുഹൃത്തായ മനുരാജേൻ്റെ കൂടെയാണ് ഞാൻ മിമിക്രി ചെയ്യണത്. അപ്പം നിഷാദൊക്കെയാണ് ഇങ്ങനെ എൻ്റെ വീടപ്പൂൻ്റെ എന്ന് പറഞ്ഞ സിബി സാറിൻ്റെ പടത്തിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്, ഇങ്ങോട്ട് വാ, ഇവിടെ ഒരു ക്യാരക്ടറിന് ആളെ വേണമെന്ന് പറഞ്ഞിട്ട് വിളിപ്പിച്ചത്. ചെല്ലുമ്പോൾ അവിടെ ഓൾറെഡി ആ ക്യാരക്ടറിന് വേറെ ആളെടുത്തു, എന്നാലും എന്നോട് കൂടെ നിന്നോളാൻ പറഞ്ഞു, എന്തെങ്കിലും കിട്ടും എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടൊരു സാധനം, ഒരു ഡയലോഗ് വന്നപ്പോൾ എന്നോട് പറയാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, അപ്പോൾ ഇഷ്ടമായി, റിഹേഴ്സൽ കണ്ട് ഇഷ്ടമായപ്പോൾ എന്നെ വെച്ചു. ഫസ്റ്റ് ടേക്ക് ഓക്കെ. അപ്പോൾ അന്ന് ഡിജിറ്റലൊന്നും ആയിട്ടില്ല, അപ്പോൾ ഈ ഫിലിമിലാണ്. അപ്പോൾ ഒരു തവണ റോൾ ചെയ്താൽ അപ്പം തന്നെ കട്ട് ചെയ്താൽ പോലും ഇത്ര അടി അല്ലേ? ഫിലിമല്ലേ, ഒരുപാട് ഒരു അടി പോയി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാണ്, പ്രൊഡ്യൂസറും ഡയറക്ടർക്കൊക്കെ ടെൻഷനാണ്. അതെ. അപ്പോൾ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയപ്പോൾ തന്നെ സിബി സാർ വന്നിട്ട് ഷെയ്ക്കാൻ തന്നു. അപ്പോൾ എല്ലാവരും കൈയടിച്ചു. അപ്പം എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയവരെ. പിന്നെ ആ പടത്തിൽ കുറേ സീനിൽ എന്നെ ഉൾപ്പെടുത്തി. പിന്നെ സിബി സാർ അതിന് ശേഷം ചെയ്ത ചെറിയ റോളിനാണ് ആദ്യം ചെന്നത്. അതെ അതെ, ആ കൂട്ടത്തിൽ നിർത്തിയെന്നുള്ളൂ. ജയിലിൽ, അതായത് ജുവനൈൽ ഹോമിൽ കുറേ പിള്ളേർ വേണം. അപ്പം എൻ്റെ ഒരു ലുക്കൊക്കെ വെച്ചിട്ട് കറക്റ്റ് ജുവനൈൽ ഹോം പയ്യെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് നിർത്തി. എന്നിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് കിട്ടിയപ്പോൾ അത് ഇഷ്ടമായതിൻ്റെ പേരിൽ പിന്നെ കുറേ സീനിൽ എന്നെ ഉൾപ്പെടുത്തി. പിന്നെ അത് കഴിഞ്ഞ് സിബി സാറ് ചെയ്ത അമൃതം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ത്രൂട്ടുള്ളൊരു വേഷം തരികയും ചെയ്തു. അഭിനേതാവ്, സംവിധായകൻ, എഴുത്തുകാരൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, ഇതിൽ ഏത് റോളാണ് എളുപ്പം എന്ന് പറയുന്നില്ല, എന്നാലും ഇഷ്ടം കൂടുതൽ, അങ്ങനെ പറയാൻ പറ്റും? അഭിനയം തന്നെയാണ്. പിന്നെ എഴുത്തുകാരനാവാന്നുള്ളത് തീരുമാനിച്ചത് ഈ അഭിനയത്തിലേക്ക് എത്താൻ വേണ്ടി എഴുത്തുകാരനായത്. What do you like most about Malayalam films? They actually have a story, and the way they actually execute it and make it is amazing. I should not say this, but then Malayalam is the only industry where I just feel like they make quality movies. You know, even if the industry is small, it makes better movies than any other industry. That's what I like about this industry. Even the people are nice, food is nice, entire culture is nice. Really like it. വിഷ്ണു ചേട്ടൻ കലഭവൻ മണി ചേട്ടനൊപ്പം കണ്ണിനും കണ്ണാടിക്കും എന്നൊരു സിനിമയിൽ അഭിനയിച്ചു. പിന്നെ ബാച്ചിലർ പാർട്ടിയിൽ കലഭവൻ മണി ചേട്ടൻ്റെ ചെറുപ്പകാലം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഭയങ്കര എക്സ്പീരിയൻസ്. ഇപ്പോൾ കണ്ണിനും കണ്ണാടിക്കും എന്ന് പറഞ്ഞ പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് മണിച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഭയങ്കര സ്നേഹമാണ്. അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല, മണിച്ചേട്ടൻ ആരോട് ഇടപഴകിയാലും ഭയങ്കര സ്നേഹമായിരിക്കും. പിന്നീട് ബാച്ചിലർ പാർട്ടിയുടെ പുള്ളിയുടെ ചെറുപ്പകാലം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പറങ്കിമല എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടി കാണുമ്പോൾ പുള്ളി എന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞാടാ ഞാൻ ബാച്ചിലർ പാർട്ടി കണ്ടു, നന്നായിട്ട് ഇട്ടാന്ന് പറഞ്ഞു. എനിക്ക് കാരണം പുള്ളിയുടെ ചൈൽഡ്ഹുഡാണ് ഞാൻ ചെയ്തേക്കണത്. പുള്ളിക്ക് അത് ഇഷ്ടമായി എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. പുള്ളിയുടെ കൂടെ പിന്നെ പറങ്കിമല എന്ന് പറഞ്ഞ പടത്തിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ ഖത്തറിലൊരു പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനും ബിബിനും ഒരു സ്കിറ്റ് എഴുതിയിട്ടുണ്ട്.
അപ്പോൾ അതിൽ ഞാനൊരു സ്കിറ്റിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അവിടെ വെച്ചിട്ടാണ് മണിച്ചേട്ടനെ അതിന് ശേഷം കാണുന്നത്. അവിടെ വെച്ചാണ് അവസാനമായിട്ട് കാണുന്നത്. പിന്നെ പുള്ളി മരിച്ചതിന് ശേഷം കാണാൻ പോയി. ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു.